T20 ലോകകപ്പിൽ ഇന്ത്യയുടേതടക്കം പ്രധാന മത്സരങ്ങൾ നടക്കുന്ന നസൗ കൗണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ പിച്ചിനെ കുറിച്ച് വ്യാപക പരാതി. ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിച്ച ഡ്രോപ്പ് ഇൻ പിച്ചിനെതിരെ മുതിർന്ന താരങ്ങൾ, മുൻ ക്യൂറേറ്റർമാർ അടക്കം രംഗത്തെത്തിയിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും എം നിഖിൽ കുമാർ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, എന്തൊക്കെയാണ് ഈ പിച്ചിനെ കുറിച്ച് ഉയരുന്ന പരാതികൾ? അനു, നമ്മൾ ഇന്ത്യയുടെ കഴിഞ്ഞ മത്സരം, ഇന്ത്യയുടെ പരിശീലന സന്നാഹ മത്സരവും, അതായത് ബംഗ്ലാദേശിനെതിരെ സന്നാഹ മത്സരവും, ഒപ്പം തന്നെ ഇന്ത്യയുടെ അയർലൻഡിനെതിരെയുള്ള ഈ 2020 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് പിച്ചിൻ്റെ ആ ഒരു സ്വഭാവം. കാരണം ബൗളിങ്ങിനെ അമിതമായി പിന്തുണയ്ക്കുന്ന ആ ഒരു പിച്ച്, ബൗളിങ്ങിനെ പിന്തുണയ്ക്കുന്നതിന് ഉപരി തന്നെ അമിതമായി ബൗൺസ് ചെയ്യുന്ന ഒരു പിച്ചാണ്. നമുക്കറിയാം, ആദ്യത്തെ മത്സരത്തിൽ അയർലൻഡിനെതിരായ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പരിക്കേറ്റാണ് പുറത്തായത്. അതായത് ബോൾ അമിതമായി ബൗൺസ് ചെയ്ത് പരിക്കേറ്റാണ് പുറത്തായത്. ഇതേ സമാന രീതിയിൽ തന്നെ ഋഷഭ് പന്തിനും പരിക്ക് ഏറ്റിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബോൾ അമിതമായി ബൗൺസ് ചെയ്യുന്നത് സംബന്ധിച്ച പരാതികൾ ഉയർന്നിരുന്നു. അങ്ങനെയാണ് ഇത് സംബന്ധിച്ച് മുൻ താരങ്ങളും ക്യൂറേറ്റർമാരും അടക്കം ഇത് സംബന്ധിച്ച് പരാതിയുമായി രംഗത്തെത്തിയത്, പിച്ചിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച്. കാരണം പിച്ച് ഓസ്ട്രേലിയയിൽ നിന്നും തയ്യാറാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന ഒരു പിച്ചാണ് ഇത്. കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കിയ ഒരു സ്റ്റേഡിയമാണിത്. ഒരു പാർക്കായിരുന്നു. ആ പാർക്ക് കൺവേർട്ട് ചെയ്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇത് സ്റ്റേഡിയമാക്കി മാറ്റിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് എടുത്തത് കൊണ്ട് തന്നെ ഡ്രോപ്പ് ഇൻ പിച്ചാണ് ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന് പറഞ്ഞാൽ, അതായത് മറ്റൊരു സ്ഥലത്ത് തയ്യാറാക്കിയതിന് ശേഷം അത് നേരെ ഇവിടേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക എന്നതാണ് ആ ഡ്രോപ്പ് ഇൻ പിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലടക്കം ഈ ഒരു ഡ്രോപ്പ് ഇൻ പിച്ച് ആണ് പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. വർഷങ്ങളായിട്ടും അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതും. എന്നാൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ICC ഈ ഒരു സ്റ്റേഡിയത്തിലും സമാനമായി ഡ്രോപ്പ് ഇൻ പിച്ച് ഒരുക്കാം എന്ന് കരുതിയതും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ആ ഒരു തീരുമാനം പാളുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ രൂക്ഷ വിമർശനമായി ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കയുടെ മുതിർന്ന താരവും കമൻറ്റേറ്ററുമായ ഷോൺ പൊള്ളോക്ക് അടക്കമുള്ള താരങ്ങൾ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. മുൻ ക്യൂറേറ്റർമാരും ഈ പിച്ചിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥ ഒരു പ്രശ്നമാണ്. കാരണം ഓസ്ട്രേലിയയിൽ തയ്യാറാക്കിയ പിച്ചാണ്. ഓസ്ട്രേലിയയിലെ അഡ്ലൈഡിൽ ആണ് ഈ പിച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. അഡ്ലൈഡിലെ ഒരു കാലാവസ്ഥയല്ല ന്യൂയോർക്കിലുള്ളത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ പിച്ചിൻ്റെ സ്വഭാവം അതിനനുസരിച്ച് മാറുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വിള്ളൽ വീഴില്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ കാണുന്ന ഇന്ത്യയിലെ അടക്കം പിച്ചുകളിലാണെങ്കിൽ, ബാക്കിയുള്ള പിച്ചുകളിലൊക്കെ ആണെങ്കിൽ ഒരു ചൂട് അല്ലെങ്കിൽ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചിട്ട് ആ ഒരു പിച്ചിലെ ആ ഒരു മണ്ണ് കൂടുതലായി ഉണങ്ങുന്നതിനനുസരിച്ചിട്ട് പിച്ചിൽ വിള്ളലുകൾ വീഴാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ ഈ ഒരു പിച്ചിൽ വിള്ളൽ വീഴാത്തതുകൊണ്ട് തന്നെ അത് പാറ പോലെ കൂടുതലായി ഉറയ്ക്കും. അതുകൊണ്ട് തന്നെ ബോൾ കൂടുതലായി ബൗൺസ് ചെയ്യുകയും ബാറ്റർമാർക്ക് അത് അപകടം സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വിള്ളൽ വീഴുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മണ്ണിലെ മാറ്റമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡ്ലൈഡിലാണ് ഇത് തയ്യാറാക്കിയത്. അതുകൊണ്ട് അഡ്ലൈഡിലെ ആ ഒരു മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പിച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ന്യൂയോർക്കിലെ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ രണ്ട് തരത്തിലുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേഡിയത്തിനുള്ളിലെ ആ ഒരു മണ്ണും ഈ പിച്ചിന് ഉപയോഗിച്ചിരിക്കുന്ന മണ്ണും തമ്മിൽ സിങ്ക് ആവാനുള്ള സമയം എടുക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇത് പരിപാലനം സംബന്ധിച്ചുള്ള കാര്യമാണ്. കാരണം ന്യൂയോർക്കിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ക്രിക്കറ്റ് അസോസിയേഷന് ഇത് കൃത്യമായി ഇതിന് മുൻപ് ഈ സ്റ്റേഡിയം പരിപാലിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതും ഒരു പരാതിയായി ഉയരാൻ കാരണമായിട്ടുണ്ട്. കാരണം കൃത്യമായി മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ പരിപാലനം കൃത്യമായി നടക്കുന്നുവെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നും വ്യാപകമായി പരാതികൾ ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാന കാരണം സമയക്കുറവാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഒരു സ്റ്റേഡിയം തയ്യാറാക്കിയിരിക്കുന്നത്. പറഞ്ഞ പാർക്ക് കൺവേർട്ട് ചെയ്ത് സ്റ്റേഡിയം ആക്കിയതാണ്. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ പിച്ച് അടക്കം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MCG നേരത്തെ പറഞ്ഞല്ലോ, മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ പോലെ തന്നെ സമാനമായ രീതിയിൽ ഡ്രോപ്പ് ഇൻ പിച്ച് ഒരുക്കുന്ന സമയത്ത് മെൽബണിലും ആദ്യ കാലഘട്ടങ്ങളിൽ ഡ്രോപ്പ് ഇൻ പിച്ച് പ്ലേസ് ചെയ്ത സമയത്തും അമിതമായി ബൗൺസ് ചെയ്തിരുന്നു. എന്നാൽ അത് ഒരു 6 മാസം മുതൽ 1 വർഷം വരെ യൂസ്ഡ് ആയതിനു ശേഷം ആ ഒരു കാലാവസ്ഥയും അതോടൊപ്പം തന്നെ അവിടുത്തെ സ്വാഭാവികമായ മണ്ണുമായും ലയിച്ചതിന് ശേഷം ആ പിച്ചിൻ്റെ സ്വഭാവം മാറുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എന്നാൽ ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ ഒരു പിച്ച് ഇൻസ്റ്റാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വളരെ സമയക്കുറവ് മൂലം ഈ പിച്ച് തയ്യാറാക്കിയതും ഒരു വലിയ വെല്ലുവിളിയായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ വരാനിരിക്കുന്ന 2 മത്സരങ്ങൾ കൂടി ഈ ഒരു സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്നുണ്ട്. പാകിസ്ഥാനെതിരെ ഉള്ള മത്സരവും അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള കാനഡയ്ക്കെതിരെയുള്ള മത്സരവും ഇതേ സ്റ്റേഡിയത്തിൽ തന്നെയാണ് നടക്കാനിരിക്കുന്നത്. അതും വലിയൊരു വെല്ലുവിളി തന്നെയാണ് എന്തായാലും ഉയരുന്നത്. ഈ മത്സരത്തിൻ്റെ സ്വഭാവം എങ്ങനെയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും യാതൊരുവിധ പ്രഡിക്ഷനും നടത്താൻ സാധിക്കില്ല. കാരണം ഈ ബൗളർമാരുടെ ബോള് എങ്ങനെ പ്രതികരിക്കും ഈ ഒരു പിച്ചിനോട് എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും യാതൊരുവിധ ഐഡിയയും ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അനു.